അനീഷിനെ ഒരുപാട് ശല്യം ചെയ്യുകയാണ് നൂറ. അനീഷ് പറയുന്നത് എൻ്റെ ദേഹം നോവുന്നു, എനിക്ക് ഷോൾഡർ പെയിൻ എടുക്കുന്നു, എൻ്റെ ഷോൾഡറിൽ നിന്ന് കൈയെടുക്കുന്നു പറഞ്ഞ് അനീഷ് കൈയെടുത്ത് വയ്ക്കുമ്പം അതിലെ പുറകെ ഇരുന്നുകൊണ്ട് പറയും, ഒരു പെണ്ണിനെ, ഒരു പാവം പെണ്ണിനെ അതിക്രൂരമായി ശല്യം ചെയ്യുന്നു അനീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വേറെ ഇടുന്നു. അപ്പം അനീഷ് പറയുന്നത് എൻ്റെ ദേഹം നോവുന്നു, എനിക്ക് എത്ര നേരം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ കൈ വയ്ക്കാമെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നത് ആ നൂറയുടെ കൈയുടെ മേലെ ആര്യം കൈ വയ്ക്കുന്നത്, ആ വെയിറ്റും കൂടെ ചുമക്കണ്ടേ ആൾ, അതാണ് വേദനിക്കുന്നത്, നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകത്തെന്ന് പറയുമ്പം ആര്യം പറയുന്നത്, ഞാൻ എപ്പോഴാണ് കൈ വെച്ചത്, ഞാൻ കൈ വെച്ചില്ല, ഞാൻ കൈ വെച്ചില്ല എന്ന് പറയുന്നു. നീ എന്തിനാ കള്ളം പറയുന്നത്, നീ കള്ളം പറയാതെന്ന് അനുമോളോട് പറയുന്നു. അനീഷ് നോക്കുമ്പോൾ ആര്യം കൈയെടുക്കും, അനീഷ് നോക്കാതിരിക്കുമ്പോൾ അനീഷിന് എപ്പോഴും ഇങ്ങനെ പെടലിൽ തിരിച്ച് നോക്കാനും പറ്റത്തില്ല. അപ്പം ആര്യം കൈയെടുക്കും. അപ്പം അനുമോളിത് കാണുന്നുണ്ട്. അനീഷ് ചോദിക്കുന്ന ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കണക്ക് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണോ നൂറയുടെ ആഗ്രഹം എന്ന് ചോദിക്കുന്നത്. അങ്ങനെ അനീഷ് പലതവണ ചോദിച്ചിട്ട് പോലും നൂറ കൈയെടുക്കാൻ തയ്യാറായില്ല. പിന്നെ അതിലെ അങ്ങ് ഔട്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് കാറിൽ അവർ 4 പേര് മാത്രമാവുന്നു. എല്ലാവരും ഉറങ്ങാനൊക്കെ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞ് ആരും ഉറങ്ങാൻ പാടില്ലെന്ന്. പിന്നെ അനുമോളിങ്ങനെ കണ്ണടച്ച് വരുമ്പം ആര്യനെ അനുമോളുടെ കയ്യിൽ തട്ടും. അടിക്കുന്ന കണക്ക് വരുമ്പോഴത്തേക്ക് അനുമോൾ കണ്ണ് തുറക്കും. അനുമോൾ അവൻ്റെ കൈ ഇങ്ങനെ വരുമ്പോഴേ അനുമോൾക്ക് അറിയാൻ പറ്റുന്നു. അപ്പോഴേ അനുമോൾ കണ്ണ് തുറന്നിട്ട് ശരിക്കും ഞാൻ ഉറങ്ങിയില്ലെന്നൊക്കെ പറയും. അനീഷിന് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അക്ബർ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി പോകുന്നുണ്ട്, പക്ഷെ ആരും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോൾ പറയുന്നത് അക്ബർ ഉറങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ അനീഷ് പറഞ്ഞു അവരൊക്കെ ഉറങ്ങിയാൽ ആരും ഒന്നും പറയത്തില്ലെന്ന് അനീഷ് പറയുന്നത്. എന്നിട്ട് അനുമോളോട് പറഞ്ഞു അനുമോൾ എപ്പോൾ ഇറങ്ങിയാലും അനുമോൾ ഇറങ്ങുന്നതിൻ്റെ കൂടെ ഞാൻ ഇറങ്ങും അനുമോളെന്ന് പറയുന്നത്. അനുമോൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് പിറകെ ഞാൻ ഇറങ്ങിയിരിക്കുമെന്ന് അനീഷ് പറയുന്നു. അനുമോൾ ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക, അനുമോൾക്ക് ഉറക്കം വരുന്നതാണ്. പക്ഷേ അനുമോൾ പറയുന്നത് എനിക്ക് ഉറക്കം എന്താ, ഞാനിങ്ങനെ സാധാരണ എനിക്ക് അങ്ങനെ വരുന്നതല്ല, ഞാൻ ഇത്ര നേരം വേണമെങ്കിലും ഇരിക്കുന്നത്, പക്ഷേ ഇന്നെനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നു. അപ്പം നൂറ പറയുന്നത് വയ്യാതിരിക്കില്ല അതുകൊണ്ടാണെന്ന് പറയുന്നത്. അപ്പം അനീഷ് പറഞ്ഞു അനുമോൾ ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങും, ഞാൻ ഇറങ്ങാം, അനുമോൾ ഇറങ്ങിയ ഉടനെ ഞാൻ ഇറങ്ങാം എന്ന് പറയുന്നത്. അങ്ങനെ അനുമോൾ കാറിൽ നിന്ന് ഇറങ്ങുവാണ്. ബിഗ് ബോസ് വിളിച്ച് പറയുന്നത് അനുമോൾ ഈ ടാസ്കിൽ നിന്ന് ഔട്ടായിരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അനീഷ് വിളിച്ചിട്ട് പറയുന്നത് അനുമോൾ അവിടെ നിൽക്കേട്ടാ, ഞാൻ വരുവാണെന്ന് പറയുന്നത്. തൊട്ട് പുറകെ 1 മിനിറ്റ് പോലും താമസിച്ചില്ല അനീഷ് അനുമോളുടെ പുറകെ ഇറങ്ങുവാണ്. അപ്പോഴത്തേക്ക് കാറിലിരിക്കുന്നവർ ഭയങ്കര ഹാപ്പി ആവുന്നു. എന്നിട്ട് ഇവർ 3 പേർക്കും വേണമെങ്കിൽ ഉറങ്ങാമല്ലോ എന്നുള്ള ഒരു ധാരണയിലായിരിക്കും. ഇവരെ 2 പേരാണല്ലോ ഇവർക്ക്, ബാക്കി എല്ലാവരും ഒരു ഗ്യാങ് അല്ലേ. അപ്പം എല്ലാവരും ഇരുന്ന് ചിരിച്ചിട്ട് എല്ലാവരും പതുക്കെ ചായാൻ തുടങ്ങുമ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു ആരും ഉറങ്ങാൻ പാടില്ലെന്ന്.